കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
എന്ത് തന്നെ സമരങ്ങളിലും പല പരിപാടി പങ്കെടുത്താലും ഈ മനുഷ്യരിൽ എപ്പോഴും ഈർഷ്യ, അസൂയ, പൊറാമ ഇത് പലപ്പോഴും പോകാറില്ലല്ലോ. വിവേകാനന്ദനെ പലവരും ഒരു ആത്മീയ നേതാവായിട്ടാണ് പലവരും കാണുന്നത്. വിവേകാനന്ദൻ ഇന്ത്യയുടെ മനസ്സ് മനസ്സിലാക്കിയ ആളാണ്. അതുകൊണ്ടാണ് കേരളം ഭ്രാന്താലയം എന്ന് അവിടെയും പറയേണ്ടിയിരുന്നു. അതിലൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട്. എല്ലാവരുടെയും ഭ്രാന്താലയം തന്നെയാണ്. ഇത് സമരം നടത്തുമ്പോൾ അതിൻ്റെ സ്വഭാവങ്ങൾ, അതിൽ ജാതി വരും, രാഷ്ട്രീയം വരും, ബന്ധം വരും, സ്വന്തം വരും, സംഭാവനയുടെ കടപ്പാടുകൾ, ഇതൊക്കെ വരും ഒരു സമരം നടത്തുമ്പോൾ. മയിലമ്മ ഇവിടെ സ്ത്രീപക്ഷത്ത് നിന്ന് സജീവമായിട്ട് ഇടപെട്ടതല്ലേ. സ്ത്രീപക്ഷത്ത് ഒരു ദളിത് പക്ഷത്ത്, പിന്നെ അതുപോലെ ഒരു ആദിവാസി സമൂഹത്തിൽ ജനിച്ചിട്ടുള്ളൊരമ്മയല്ലേ. അപ്പോൾ അവരുടെ ഇടപെടൽ പ്രാധാന്യമുണ്ടല്ലോ. അതിൽ ഒറ്റപ്പെടലുകളിൽ അത് ഈ സമരത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പുറമേയുള്ള ഐക്യദാർഢ്യ പ്രവർത്തകർ പല ആളുകളും ഉണ്ടല്ലോ, അവരുടെ ചില ഇടപെടൽ കൊണ്ട് അതിൽ തന്നെ അമ്മ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഈ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. കൊക്കോകോള കമ്പനി അടച്ച ശേഷം ഭരണകക്ഷി അനുകൂലമായിട്ടുള്ള ചില ഐക്യദാർഢ്യ പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചാണ്. അല്ല, അതൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ അതിന് വാങ്ങണില്ല. സമരസമിതിയിലെ അഭിപ്രായം വാങ്ങുന്നതിനെതിരൊന്നും ഐക്യകണ്ഠേന ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമാണ്. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അന്ന് ചിലവർ അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധി ട്രസ്റ്റാണത്. രാജീവ് ഗാന്ധി ട്രസ്റ്റിൻ്റെ പേരിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. സ്ത്രീ ശാക്തീകരണവും ഒരു സമരരംഗത്ത് വന്നു നിന്ന ഒരു ST സമുദായത്തിൽപ്പെട്ട ഒരു അമ്മച്ചി ഇതുപോലെ വരുന്നതിന് സ്ത്രീ ശാക്തീകരണവും ഇതുപോലെ ജനകീയ സമരവും ഒരു ബഹിരാഷ്ട്ര കുത്തകകളും. അപ്പോൾ ഈ രാജീവ് ഗാന്ധി ട്രസ്റ്റിന് കൊക്കോകോള പെപ്സിക്കാരുടെ സംഭാവന ഇതിൽ പോയിട്ടുണ്ട്. പല സന്നദ്ധ സംഘടനകളും പലവരെയും കാശ് വാങ്ങും. CSR ഫണ്ട് വാങ്ങണില്ല പലവരും. എന്ന പോലെ കൊക്കോകോള പെപ്സിക്കാരുടെ സംഭാവന വാങ്ങിയിട്ടുണ്ട് അവർ എന്നുള്ളതിൽ ചിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊരു താത്വികമായൊരു അഭിപ്രായ വ്യത്യാസമാണല്ലോ അത്. അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകൾ എന്താ പറയുന്നത്, വാങ്ങിക്കോട്ടെ എന്നും പറഞ്ഞു. അല്ല, ഇതിങ്ങനെ അടയാളപ്പെടുത്തിയെന്നുള്ളൂ. ബഹിരാഷ്ട്ര കുത്തക കമ്പനികൾ പല സന്നദ്ധ സംഘടനകൾക്കും കാശ് കൊടുക്കുമല്ലോ. ഇപ്പോൾ CSR ഫണ്ട് പലവരും കൊടുക്കുമല്ലോ. കമ്പനികളിലെ ശീലമാണല്ലോ, ലാഭത്തിൽ ഇത്ര വീതം. ഒരു വർഷം ലാഭം കിട്ടണതിൽ 100 കോടി ലാഭം കിട്ടുകയാണെങ്കിൽ അതിൽ 10 കോടി സന്നദ്ധ സംഘടനകൾക്ക് കൊടുക്കും, പല ട്രസ്റ്റുകൾക്കും കൊടുക്കും. അപ്പോൾ അങ്ങനെ ചില ഇപ്പം അതൊരു ആരോഗ്യപരമായൊരു ഇടപെടലാണല്ലോ. അല്ലാണ്ടൊരു നിഷേധാത്മകമായിട്ടുള്ളതൊന്നുമല്ല. അത്രയാണ്. അല്ല, അത് ചില ഇവർ തമ്മിൽ ചില സമരപ്രവർത്തകരായ സ്ത്രീകൾ തമ്മിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളിത് ആരും അറിയില്ല. ഞങ്ങളാണ് അവർ കുഞ്ചുമേനമ്പതിയും മകൻ്റെ അവിടെ രോഗമൊക്കെ ആയിട്ട് ഈ മറ്റേ വേറെ രോഗം ഉണ്ടായിരുന്നല്ലോ അവർക്ക്, സോറിയാസിസ് ഇല്ലേ. അപ്പോൾ അവിടെ മകൻ്റെ കൂടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഞാൻ ഇസാബിന് ഐക്യദാർഢ്യ സമിതിയുടെ കൺവീനർ ഞങ്ങൾ തന്നെയാണ്. ഇവിടെ ചില ആളുകൾക്ക് ഇത്തിരി അഭിപ്രായ വ്യത്യാസമുണ്ട്, അതൊക്കെ പരിഹരിക്കണം. ഈ സമരപ്പന്തലിൽ വന്നിട്ട് സമരത്തിൻ്റെ എന്നും നിറഞ്ഞു നിന്നതല്ലേ. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഈ നമ്മുടെ ആളുകൾക്ക് ഈ സമരം, എന്ത് തന്നെ സമരങ്ങളിലും പല പരിപാടി പങ്കെടുത്താലും ഈ മനുഷ്യരിൽ എപ്പോഴും ഈർഷ്യ, അസൂയ, പൊറാമ ഇത് പലപ്പോഴും പോകാറില്ലല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ പന്തലിലിങ്ങനെ സംസാരിച്ച ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഇപ്പോൾ കുട്ടികളടക്കം സമരപ്പന്തലിൽ ഇവിടെ ചെറിയ കുട്ടികൾ. അപ്പോൾ അത്രയും അന്ധവിശ്വാസങ്ങൾ ഉള്ളതാണ് ഇപ്പോഴും ഈ നമ്മൾ എന്ത് ശാസ്ത്രം പറഞ്ഞാലും. ഇന്നലെ ഞാൻ എല്ലക്കാട് കോളനിയിൽ ഒരു പോസ്റ്റ്മോർട്ടമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി എത്തിച്ചാണ്. എന്നാലും ബോഡി എത്തിച്ചാൽ വലിയ ചടങ്ങുകളൊന്നുമില്ല, മതാചാരം. എന്നാലും എണ്ണ തേക്കൽ, മഞ്ഞൾ തെളിക്കൽ, പല ആചാരങ്ങൾ, അതിന് നക്കി ചൊക്കി അത് ചെയ്തില്ല. ഈ
പല മിത്തുകൾക്കും ഓരോ ഇന്ത്യയിൽ 6000-ലേറെ ജാതി വ്യവസ്ഥയുണ്ട്. 6000-ലേറെ ജാതി വ്യവസ്ഥയ്ക്ക് 6000 കണക്കിന് ദൈവങ്ങളുണ്ട്, പല ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഈ മിത്തുകളൊന്നും ആളുകൾ എന്ന പോലെ കുട്ടികളൊക്കെ ഈ സമരപ്പന്തലിൽ ഇരിക്കുകയല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഈ മൃതശരീരം ഇവിടെ കൊണ്ടുവന്നാൽ വല്ല പ്രശ്നമാകുമോ? അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട് ചിലവർ പ്രതികരിച്ചു. നമ്മളത് അപ്പം തന്നെ ഇവർ പ്രതികരിച്ചതിന് എന്നിട്ട് ഞാനിതിൽ വളരെ വ്യക്തമായിട്ട് സ്കാൻ ചെയ്തിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ 2 ആളെ. പ്രത്യേകിച്ച് ഇവിടെ ആരെങ്കിലും സ്ത്രീകൾ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വരാൻ പാടില്ല, അതൊക്കെ പറഞ്ഞിട്ട് കണ്ണദാസനെയും ഷാജിനെയും ഞാനും കൊണ്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഇവിടേക്ക്. അപ്പോൾ വേറെ ചില ബ്രഹ്മപുത്രൻ ഡാക്ടർ ഉണ്ടായിരുന്നു, നമ്മുടെ ആറുമുമ്പ് എത്തിച്ചേർന്ന ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ വല്ലതും അങ്ങനെ സ്ത്രീകളെന്തോ ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ അതിൽ ഐക്യദാർഢ്യ സമിതിയിൽ പാര വയ്ക്കണ കുറച്ച് ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയി. അവർ ആ ചാൻസിനെ അപ്പം മുതലെടുത്തു. അണ്ട് ഞങ്ങൾ പറഞ്ഞു അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് പറയണം, അവർ അറിവില്ലായ്മ കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ബാബാ സാഹിബ് അംബേദ്കർ, ചട്ടമ്പിസ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, ഇവരൊക്കെ പടങ്ങൾ ഇതാ ചട്ടമ്പിസ്വാമികളുടെ ഒക്കെ ഈ സൈഡ് തൂക്കിയതാണ്. ആ വിവേകാനന്ദ ഇന്ത്യയിലെ പിന്നെ സാമൂഹ്യ നീതിയുടെ പ്രതീകം, ഇന്ത്യൻ സ്വാതന്ത്ര്യം. വിവേകാനന്ദൻ്റെ പറ്റി പലവരും മനസ്സിലാക്കിയിട്ടില്ല. വിവേകാനന്ദൻ സംബന്ധിച്ച് വിവേകാനന്ദനെ പലവരും ഒരു ആത്മീയ നേതാവായിട്ടാണ് പലവരും കാണുന്നത്. വിവേകാനന്ദൻ ഇന്ത്യയുടെ മനസ്സ് മനസ്സിലാക്കിയ ആളാണ്. അതുകൊണ്ടാണ് കേരളം ഭ്രാന്താലയം എന്ന് അവിടെയും പറയേണ്ടിയിരുന്നു. അതിലൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട്. എല്ലാവരുടെയും ഭ്രാന്താലയം തന്നെയാണ്. കേരളം മാത്രമൊന്നുമല്ല. വിവേകാനന്ദൻ കലപ്പിയേന്തിയ കർഷകൻ്റെ ഉടിൽ നിന്ന്, തൂപ്പുകാരുടെ, ചെരുപ്പുകുത്തികളുടെ, മീൻപിടുത്തക്കാരുടെ ചാളകളിൽ നിന്ന് നവഭാരതം ഉയരട്ടെ, ഉണരട്ടെ, അവതരിക്കട്ടെ. ചന്തകളിലും പണിപ്പൂരകളിലും അങ്ങാടികളിലും നാട്ടിലും മേട്ടിലും മലയിലും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് നവഭാരതം ഉയരട്ടെ, ഉണരട്ടെ, അവതരിക്കട്ടെ. ഒരു പിടി ചോറുണ്ടാ ഉലകം കൽപ്പിക്കാൻ കെൽപ്പുള്ളവനാണ് ഭാരതീയൻ. അരവയർ ഭക്ഷണം ജയിച്ചാൽ സർവ്വരാജ്യം പിടിച്ചടക്കാൻ കെൽപ്പുള്ളവനാണ് ഭാരതീയൻ. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വിവേകാനന്ദൻ്റെ വിത്താണ്. മനസ്സിലായോ? ഈ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അല്ല, ഒന്നാം ഘട്ട വിജയം തന്നെയല്ലേ. ഇന്ത്യയിൽ തന്നെ ഒരു ബഹിരാഷ്ട്ര കുത്തക കമ്പനി, ജലകുത്തക കമ്പനി അടച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ലാച്ചിമടയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറയുന്നത് മാത്രമല്ല. അതിനുശേഷം നമ്മൾ പെപ്സി അടപ്പിച്ചല്ലോ. അതിൻ്റെ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഞാനാണ്. അതിൻ്റെ CPIൻ്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് രാജാണ് കൺവീനർ. ഈ സമരമാണല്ലോ. അവിടെ എന്തുകൊണ്ട് ക്ലച്ച് പിടിച്ചില്ല പറഞ്ഞാൽ അവർ തദ്ദേശവാസികളെയൊക്കെ മാറ്റി. പിന്നെ ഗവൺമെൻറ് തന്നെ നിയമസഭാ കമ്മിറ്റി വെള്ളമെടുക്കലിനെ നിർത്തി, ഒരു ലിമിറ്റഡ് വെള്ളമാക്കി. കാരണം അതും ഇതുപോലെ ഓവർ എക്സ്പ്ലോയിറ്റഡ് ഏരിയ ആയി. ഈ സമരം തന്നെ ഞാൻ തന്നെ അതിൻ്റെ സമരസമിതി ചെയർമാനായി ഏൽക്കാൻ കാരണം ഇതൊക്കെ സഹോദരന്മാരാണ്. ഇതൊന്നും പെപ്സിയും കൊക്കോക്കോളയൊക്കെ സഹോദര കമ്പനികളാണ്. ഇതൊന്നും പൊതുജനങ്ങൾക്കറിയില്ലല്ലോ. ആരോപണം പറയുമല്ലോ, അവരുടെ അടുത്ത് കാശ് വാങ്ങിയിട്ട് അവരിവിടെ സമരം നടത്തുന്നത് പെപ്സി കച്ചവടം നടത്താൻ വേണ്ടി, കൊക്കോക്കോളയെ അടുപ്പിക്കുക. ഇതൊക്കെ അങ്ങനെയാണല്ലോ ആളുകൾ. ഇപ്പോൾ ഒരു മദ്യഷാപ്പിനെതിരെ സമരം ചെയ്യിച്ചാൽ അവിടെ പോയി സംഭാവന കിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ സമരം പ്രചരണം നടത്തുവാൻ. ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ പുതിയ അടവുകളില്ലേ. മനസ്സാ വാചാ കർമ്മണ അയാൾ വാങ്ങൂല്ല, ചിന്തിച്ചിട്ടും ഉണ്ടായില്ല. സമരം നടത്തിയേ ഞങ്ങൾക്കും അറിയുള്ളൂ. ഒരു സമരം നടത്തുമ്പോൾ അതിൻ്റെ സ്വഭാവങ്ങൾ, അതിൽ ജാതി വരും, രാഷ്ട്രീയം വരും, ബന്ധം വരും, സ്വന്തം വരും, സംഭാവനയുടെ കടപ്പാടുകൾ, ഇതൊക്കെ വരും ഒരു സമരം നടത്തുമ്പോൾ. പ്രാചീന സമരം തന്നെ തിരിച്ചറിവിൻ്റെ പാഠം തന്നെ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഭരണകൂടമൊക്കെ വെളിയിൽ പറയണ പോലെയില്ല. ഒക്കെ കോഓപ്പറേറ്റീവുകളുടെ ദാസന്മാരാണ്. വെളിയിൽ ഇപ്പോൾ പോളിറ്റി ബ്യൂറോ പറയുന്നു ചങ്ങാതിത്ത മുതലാളി കൊളോണിക്കൽ ക്യാപിറ്റലിസം പാടില്ല എന്ന് പറയണു. എന്നിട്ട് അവിടെ ആദാനിയുമായിട്ട് പങ്കുവയ്ക്കണം. അവിടെ ദേശീയ കമ്മിറ്റി പോളിറ്റി ബ്യൂറോ പറയുന്നത് ആദാനിയായിട്ട് ചങ്ങാതിത്വം പാടില്ല എന്ന്. ഇതൊക്കെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയം. എന്ന പോലെ ഞങ്ങളൊക്കെ ഇരകളുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് അധികാരം കിട്ടുന്ന സമയത്ത് പണം ഉണ്ടാക്കാനും പാർട്ടിക്ക് പണം ഉണ്ടാക്കാനും നേതാക്കന്മാർക്ക് പണം ഉണ്ടാക്കാനും വേണ്ടിയൊക്കെ അവരെ ചങ്ങാതിത്ത മുതലാളിത്വത്തിൻ്റെ ആളുകളായി മാറിയിരിക്കുന്നു. അതാണ് ഞങ്ങളെപ്പോലുള്ള അല്പം ഈ രാഷ്ട്രീയം മനസ്സിലാക്കണവർ. കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്രത്തെപ്പറ്റി അറിയുന്നവരാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഭരണാധികാരികളെയും തിരിച്ചറിവുണ്ടാക്കി. കാരണം പ്ലാച്ചിമട സമരം നടക്കുന്ന പാഠം ഇതാണ്.
ഇതൊക്കെ ഇരകളുടെ കൂടെ നിൽക്കും. അവസാനം അധികാരം കിട്ടിയ വേട്ടക്കാരുടെ കൂടെ നിൽക്കും. എല്ലാവരും സമ്പന്നവർഗത്തിൻ്റെയും സാമ്രാജ്യത്തിനെയും അധിനിവേശത്തിനെതിരെയൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ അധികാരം കിട്ടുമ്പോൾ അവരെ കങ്കാണിമാരായി മാറിയിരിക്കണം. കാച്ചുമട മാത്രമല്ല, ഒരുപാട് സമരങ്ങൾ അതാണ്. ഇപ്പോൾ കരിമൺ സമരം അറിയാലോ. അവിടുത്തെ ആവാസ വ്യവസ്ഥ എന്താണ്? എത്ര ഇണ്ടിനി വെള്ളം മുങ്ങാൻ? എല്ലാ സമരമാണ്.